ക്രിസ്ത്യാനികൾ മനുഷ്യമാംസം കഴിക്കുന്നവരാണോ? രഹസ്യമായി അവർ കുട്ടികളെ ബലി നൽകുന്നുണ്ടോ? ഇതെൻ്റെ മാംസമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന യേശുവിൻ്റെ വചനങ്ങളെ ലോകം തെറ്റിദ്ധരിച്ചത് എങ്ങനെയാണ്? ആദ്യകാല ക്രിസ്ത്യാനികളെ ലോകം പേടിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാനിബലിസം, ആ ആരോപണം സത്യമായിരുന്നു. ചരിത്രത്തിലെ ആരും പറയാത്ത ആ നിഗൂഢ സത്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശുദ്ധമായ ചടങ്ങാണ് വിശുദ്ധ കുർബാന. ഇതിൻ്റെ അടിസ്ഥാനം യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യ അത്താഴമാണ്. അവിടെ വെച്ച് അപ്പവും വീനും നൽകിക്കൊണ്ട് യേശു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ രക്തം. എന്നാൽ ഇതൊരു ആത്മീയമായ അർത്ഥത്തിലായിരുന്നു എന്ന് പുറം ലോകത്തിന് അറിയില്ലായിരുന്നു. അക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക് റോമിൽ കടുത്ത നിരോധനമുണ്ടായിരുന്നു. അവർ ഗുഹകളിലും വീടുകളിലും രഹസ്യമുറികളിലും ഒത്തുകൂടി. ഈ രഹസ്യയോഗങ്ങളിൽ അവർ ശരീരം ഭക്ഷിക്കുന്നു എന്നും രക്തം കുടിക്കുന്നു എന്നും വാർത്തകൾ പ്രചരിച്ചതോടെ റോമാക്കാർ ഒരു നിഗമനത്തിലെത്തി. അവർ മനുഷ്യമാംസം കഴിക്കുന്ന കാനിബലികളാണ്. കേവലം മാംസം കഴിക്കൽ മാത്രമല്ല, ഇതിലും ഭീകരമായ ആരോപണങ്ങൾ അന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നിരുന്നു. അക്കാലത്തെ എഴുത്തുകാരനായ മിനൂസിയസ് ഫെലിക്സ് വിവരിക്കുന്നത് നോക്കുക. ഒരു ചെറിയ കുഞ്ഞിനെ മാവ് കൊണ്ട് പൊതിഞ്ഞ് വിശ്വാസികളുടെ അടുത്ത് കൊണ്ടുവരും. പുതിയതായി വരുന്ന ഒരാളെ കൊണ്ട് ആ കുട്ടിയെ അർപ്പിക്കും. ശേഷം ആ രക്തം കുടിക്കുകയും മാംസം പങ്കിട്ട് കഴിക്കുകയും ചെയ്യും. ഇതായിരുന്നു അന്ന് പ്രചരിച്ചിരുന്ന കഥ. ക്രിസ്ത്യാനികൾ പരസ്പരം സഹോദര സഹോദരി എന്ന് വിളിക്കുന്നത് അവിഹിത ബന്ധങ്ങൾക്കാണ് എന്നും റോമാക്കാർ വിശ്വസിച്ചു. ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നതുകൊണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് പൊതുജനം അഭിപ്രായപ്പെട്ടു. ഈ തെറ്റായ ആരോപണങ്ങൾ വലിയ വേട്ടയാടലുകൾക്ക് കാരണമായി. മനുഷ്യമാംസം കഴിക്കുന്നു എന്നാരോപിച്ച് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് ഇരയാക്കി. എന്നാൽ സത്യം അതല്ലായിരുന്നു. അപ്പത്തെ യേശുവിൻ്റെ ശരീരമായും വീനിനെ രക്തമായും കാണുന്ന ട്രാൻസ് സബ്സ്റ്റാൻഷ്യൻ എന്ന വിശ്വാസത്തെ അക്ഷരാർത്ഥത്തിൽ എടുത്തതായിരുന്നു റോമാക്കാരുടെ പിഴവ്. ഒടുവിൽ രക്തസാക്ഷിയായ ജസ്റ്റിൻ മാർട്ടിൻ ചക്രവർത്തിക്ക് എഴുതിയ കത്തുകളിലൂടെയാണ് ഈ തെറ്റിദ്ധാരണകൾ നീങ്ങിയത്. ആദ്യകാല ക്രൈസ്തവർ നേരിട്ട ഏറ്റവും ഭീകരമായ കാനിബലിസം, ആ ആരോപണത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ചരിത്ര സത്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു സമഗ്രമായ വിവരമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ കറുത്ത അധ്യായവും ചരിത്രത്തിൻ്റെ താളുകളും പരിശോധിച്ചാൽ ലോകത്തെ സ്നേഹം പഠിപ്പിച്ച ഒരു വിഭാഗം മനുഷ്യർ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവർ എന്ന ആരോപണം നേരിടേണ്ടി വന്നത് നമുക്ക് കാണാം. അതേസമയം ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഈ ആരോപണങ്ങൾ കേവലം സംസാരത്തിൽ ഒതുങ്ങിയില്ല. റോമൻ ഗവർണർമാർ പലരെയും തടവിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്ലിനി ദ യങ്ങറെ പോലെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമാണ് പുറത്തു വന്നത്. അവർ ക്രൂരന്മാർ അല്ലെന്നും മറിച്ച് നേരം പുലരുന്നതിന് മുൻപ് ഒത്തുകൂടി ദൈവത്തെ സ്തുതിക്കുകയും വ്യഭിചരിക്കില്ല, മോഷ്ടിക്കില്ല, കള്ളം പറയില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അവർ കഴിക്കുന്നത് സാധാരണ ഭക്ഷണമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ജനങ്ങളുടെ കണ്ണിൽ അവർ അപ്പോഴും കാനിബലുകൾ തന്നെയായിരുന്നു. ഈ കള്ളക്കഥകൾ വിശ്വസിച്ച ജനക്കൂട്ടം ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. മാംസം തിന്നുന്നവർക്ക് മാംസമായി തന്നെ ഭരിക്കാം എന്നതായിരുന്നു അന്ന് ജനങ്ങൾക്കിടയിലെ ക്രൂരമായ ഫലിതം. ജസ്റ്റിൻ മാർട്ടിനെ പോലെയുള്ള ആദ്യകാല പണ്ഡിതന്മാർ തങ്ങളുടെ രചനകളിലൂടെ ഈ തെറ്റിദ്ധാരണകൾ തിരുത്താൻ ശ്രമിച്ചു. കുർബാന എന്നത് ഒരു ആത്മീയ ഭോജനമാണ് എന്നും അതിൽ ശാരീരികമായ മാംസം ഉപയോഗിക്കുന്നില്ല എന്നും അവർ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വർഷങ്ങളെടുത്തു. സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകാൻ ശ്രമിച്ചവർ നേരിട്ട ഈ അഗ്നിപരീക്ഷ വാക്കുകൾ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചരിത്രത്തിലെ ഈ നിഗൂഢത ഇന്നും പലരെയും അത്ഭുതപ്പെടുത്തുന്നു. ചരിത്രം പലപ്പോഴും ക്രൂരമാണ്. കേട്ടറിവുകൾ വലിയ കൂട്ടക്കൊലകളിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാനിബലിസം ആരോപണം. ഇന്നും കുർബാന ആ ആത്മീയ അർത്ഥത്തിൽ തുടരുന്നു. ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.